നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. കോട്ടയം മാങ്ങാനത്ത് വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയതിനു പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമെന്ന പോലീസ്. പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ റെയിൽവേ പോലീസിന് കൈമാറി. ശനിയാഴ്ച പുലർച്ചെയാണ് വീട് കുത്തിത്തുറന്ന് 50 പവൻ കവർന്നത്. കിടങ്ങൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച 58കാരൻ മരിച്ചു. മരിച്ചത് ഇടുക്കി സൈബൺ വാലി സ്വദേശി സാജി സെബാസ്റ്റ്യൻ. കാർ ഡ്രൈവർക്കും സാജിയുടെ ഭാര്യയ്ക്കും പരിക്കേറ്റു. അപകടമുണ്ടായത് രാവിലെ 6:30-ഓടെ. വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം നശിക്കുന്നു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് സാമൂഹ്യ വിരുദ്ധരുടെയും തെരുവ് നായ്ക്കളുടെയും താവളമായി മാറിയത്. പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും കെട്ടിടം അപകട ഭീഷണി ഉയർത്തുന്നുവെന്നും ആരോപണം. കോട്ടയം മാങ്ങാനത്ത് വീട് കുത്തിത്തുറന്ന 50 പവൻ കവർന്ന സംഭവത്തിൽ മോഷണത്തിനു പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. ട്രെയിനിലെത്തി കവർച്ച നടത്തി മടങ്ങുന്ന സംഘമെന്നും നിഗമനം. പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് റെയിൽവേ പോലീസിന് കൈമാറി. ശനിയാഴ്ച പുലർച്ചെയാണ് അമ്പുങ്കയത്ത് അന്നമ്മ തോമസിന്റെ വീട്ടിൽ കവർച്ച നടന്നത്. കോട്ടയം ഈസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. കോട്ടയം കിടങ്ങൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച 58കാരൻ മരിച്ചു. ഇടുക്കി ബൈസൺ വാലി സ്വദേശി സാജി സെബാസ്റ്റ്യനാണ് മരിച്ചത്. കാർ വെട്ടിപ്പൊളിച്ചാണ് സാജിയെ പുറത്തെടുത്തത്. കാർ ഡ്രൈവർക്കും സാജിയുടെ ഭാര്യയ്ക്കും പരിക്കേറ്റു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. അപകടമുണ്ടായത് രാവിലെ 6:30-ഓടെ. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെയും തെരുവ് നായ്ക്കളുടെയും താവളമായി മാറിയിരിക്കുന്നു. മണിമല ഹോളിമാഗി ഫെറോന പള്ളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം വർഷങ്ങളായി ഒരു പ്രവർത്തനവുമില്ലാതെ കാടുകയറി നശിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷയോടെ പണിത ഈ സ്ഥാപനം ഇപ്പോൾ മാലിന്യങ്ങളും പുല്ലും നിറഞ്ഞ സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും ഇത് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ കെട്ടിടം 6 മാസത്തിൽ കൂടുതൽ പ്രവർത്തനരഹിതമായി കിടന്നാൽ സ്ഥലത്തിന്റെ യഥാർത്ഥ ഉടമകൾക്കത് തിരിച്ചു കൊടുക്കാൻ നിയമപരമായി സാധിക്കുമെന്ന് മുമ്പ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അങ്ങനെയെങ്കിൽ നിലവിൽ കെട്ടിടം കൈവശം വെച്ചിരിക്കുന്നവർക്ക് അതിന്റെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പഞ്ചായത്തിന്റെ ഈ ദുരവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എത്രയും പെട്ടെന്ന് ശുചീകരിക്കുകയും പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പൊതുമുതൽ സംരക്ഷിക്കുന്നതിനും അധികാരികൾ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, മണിമല. ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷന് വേണ്ടി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിക്കും. അരിക്കത്തിൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉദ്ഘാടനത്തിന്റെ തത്സമയ ചടങ്ങിൽ മന്ത്രി VN വാസവൻ അധ്യക്ഷനാവും. ജോബ് മൈക്കിൾ MLA മുഖ്യപ്രഭാഷണം നടത്തും. DYSP ഓഫീസിന് സമീപം പോലീസ് ക്വാർട്ടേഴ്സ് വളപ്പിലാണ് പുതിയ സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. 2023-24 വർഷത്തെ ബജറ്റ് തുകയിൽ നിന്ന് അനുവദിച്ച 3.5 കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റേഷന്റെ നിർമ്മാണം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തുക മുടക്കിയുള്ള പോലീസ് സ്റ്റേഷനാണ് ചങ്ങനാശ്ശേരിയിൽ നിർമ്മിക്കുന്നതെന്ന് ജോബ് മൈക്കിൾ MLA പറഞ്ഞു. മണ്ഡലം കൺവെൻഷനുകളോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുമായി കേരള കോൺഗ്രസ് എം. കങ്ങഴ മണ്ഡലം കൺവെൻഷൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് കേരള കോൺഗ്രസ് എം മണ്ഡലം കൺവെൻഷനുകൾ പുരോഗമിക്കുന്നത്. കങ്ങഴ മണ്ഡലം കൺവെൻഷൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി ശബ്ദമുയർത്തുവാൻ കഴിഞ്ഞ നാളുകളിൽ കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. കർഷകർ അടക്കമുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം പാർട്ടി തുടരുമെന്നും ജയരാജ് പറഞ്ഞു. കങ്ങഴ ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതായും ഡോക്ടർ ജയരാജ് പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആരംഭിച്ച അല്ലെങ്കിൽ ആവിർഭവിച്ച കാലം മുതൽ കർഷകരോടുള്ള പ്രശ്നങ്ങളോടൊപ്പം നിന്നൊരു പാർട്ടിയാണ്. ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കർഷകരും അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. കാരണം കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് കർഷകർ നൽകുന്ന സംഭാവനകൾ, പക്ഷേ ഒരിക്കൽ പോലും പ്രശ്നങ്ങളിൽ നിന്ന് കർഷകന് മോചനമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യവും നമ്മളോടൊപ്പം ഉണ്ട്. കാലത്തും കർഷകരോടുള്ള പ്രതിബദ്ധത
നിലനിർത്തിക്കൊണ്ടു പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയാണ്. അതുകൊണ്ടാണ് ഇത്രയും പോറലുകൾ ഏറ്റിട്ടും ഇത്രയും മുറിവുകൾ ഏറ്റിട്ടും ഇത്രയും ചതിവുകൾ ഏറ്റിട്ടും ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അടിസ്ഥാനപരമായി ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട് എന്നുള്ളതുകൊണ്ട് ആ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് വീടാന്തരം കയറി നടക്കുമ്പോൾ ഒരു LDF പ്രവർത്തകനും ഒരു കേരള കോൺഗ്രസ് പ്രവർത്തകനും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ധൈര്യപൂർവ്വം പറയാൻ കഴിയും നമ്മുടെ ഈ പ്രദേശത്തുണ്ടാക്കിയ വികസനത്തിൻ്റെ കാര്യങ്ങൾ എണ്ണി പറയുന്ന കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയാൻ കൂടി ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. കാരണം മണ്ഡലം പ്രസിഡന്റ് KS സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. നിയോജക മണ്ഡലം പ്രസിഡന്റ് AM മാത്യു ആനിത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. റജി പോത്തൻ, MA ആന്ത്രയോസ്, ഡോക്ടർ ബിബിൻ K ജോസ്, തോമസ് മാത്യു, ഷാജി പാമ്പൂരി, രാഹുൽ R നായർ, നാസർ സലാം, TT ജോസഫ്, PC എബ്രഹാം, PV ചെറിയാൻ, CV എബ്രഹാം, ബാബു എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. മുതിർന്ന നേതാക്കളായ TT ജോസഫ്, PC എബ്രഹാം, PV ചെറിയാൻ, PJ കുരുവിള, CV എബ്രഹാം, ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ അൽഫോൺസ ജോൺ, യൂത്ത് ഫ്രണ്ട് ഭാരവാഹി സിജിൻ ജോസ് തെക്കേക്കര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നമ്മൾ ഒട്ടനവധി ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. പിള്ളേരോണം ആഘോഷിച്ച മല്ലപ്പള്ളി കീഴ്വായ്പൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ കേട്ടറിഞ്ഞ പിള്ളേരോണം കുട്ടികൾ ആടിയും പാടിയും തകർത്തു. മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. കാലത്തിനൊപ്പം മാറിയെങ്കിലും ഓണക്കാലം മലയാളിക്കിന്നും ഗൃഹാതുരത്വമൂറുന്ന ഓർമ്മകളും സന്തോഷവുമാണ് പകരുന്നത്. പുതിയ തലമുറയ്ക്ക് പരിചയമില്ലാത്ത പിള്ളേരോണം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് ആഘോഷിച്ചപ്പോൾ കേട്ടറിഞ്ഞ കാര്യങ്ങൾ കുട്ടികളിൽ ആഹ്ലാദം നിറച്ചു. ആടിയും പാടിയും നൃത്തച്ചുവടുകൾ വെച്ചും പിള്ളേരോണത്തെ കുട്ടികൾ എതിരേറ്റു. മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് കീഴ്വായ്പൂര് പ്രീ മെട്രിക് ഹോസ്റ്റൽ. 30ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ നിന്ന് പഠിക്കുന്നത്. ഓണപ്പാട്ട്, കൈകൊട്ടിക്കളി, നൃത്തം തുടങ്ങി നിരവധി കലാപരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. മറന്നിടുക ശ്രീധര മുതല് വേറെ ഉണ്ടേ അങ്ങനെ ഞാനും മറന്നിടാം. പോയതല്ലോ കാലം രാമന്റെ ശരമുനയാൽ മോക്ഷത്തിനും പടികടക്കാൻ മുഖം ചെല്ലു ശ്രീരാമ ഭയമരുളു ശ്രീരാമ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിലിന്റെ നേതൃത്വത്തിൽ ഓണസദ്യ ക്രമീകരിച്ചിരുന്നു.
ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ആനി രാജു അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജ്ഞാനമണി മോഹൻ, ലൈല അലക്സാണ്ടർ, സൗമ്യ സോമൻ, മായ, പൊന്നമ്മ, ബെറ്റ്സി, സന്ധ്യ, മിനി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. പാലാ മുണ്ടാങ്കൽ വാഹനാപകടത്തിൽ മരിച്ച അന്നമോളുടെ സംസ്കാരം നടന്നു. അന്നമോളുടെ കണ്ണുകൾ ദാനം ചെയ്തതിന് ശേഷമാണ് യാത്രയായത്. രാവിലെ 8:15 അന്നമോൾ പഠിച്ച പാലാ സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം നടത്തി. സഹപാഠികളും അധ്യാപകരും അനധ്യാപകരും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തന രംഗത്തെ പ്രമുഖരും മാതാപിതാക്കളും അന്നമോൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. സ്കൂളിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രവിത്താനം അല്ലപ്പാറയിലെ വീട്ടിലെത്തിച്ചു. തുടർന്ന് പ്രവിത്താനം സെന്റ് അഗസ്റ്റിൻസ് ഫെറോന പള്ളി ഹാളിൽ പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. അല്ലപ്പാറ പാലക്കുഴയ്ക്കൽ സുനിലിന്റെ ഭാര്യ ജോമോളും മകൾ അന്നമോളും ഈ മാസം 5 രാവിലെ സ്കൂട്ടറിൽ വരുമ്പോഴായിരുന്നു അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചത്. ജോമോൾ സംഭവ ദിവസം തന്നെ മരിച്ചു. ഏകമകൾ അന്നമോളുടെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം. എന്നാൽ 8-ാം തീയതി അന്നമോളും അമ്മയ്ക്കൊപ്പം യാത്രയായി. പരിശുദ്ധാത്മാവിനും സ്തുതി. പാവപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ചങ്ങനാശ്ശേരി AC കനാൽ മലിനമാകുന്നത് തടയാൻ 30 ദിവസത്തിനകം പുതിയ സെപ്റ്റിക് ടാങ്കുകൾ സ്ഥാപിക്കണമെന്ന AC കോളനി നിവാസികൾക്ക് നഗരസഭയുടെ നോട്ടീസ്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കനാലിൽ അടിഞ്ഞിരിക്കുന്ന നഗരത്തിൽ നിന്നുള്ള മാലിന്യങ്ങളും കനാലിലെ പോളയും കോരി നീക്കാതെ പ്രദേശത്ത് താമസിക്കുന്നവരെ മുഴുവൻ കുറ്റക്കാരാക്കുന്ന നടപടിയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വീടുകളിലെ കുഴിക്കക്കൂസുകളിൽ നിന്നുള്ള മലിനജലം ഉറവയായി കനാലിൽ എത്തുന്നുവെന്നും 30 ദിവസത്തിനകം കുഴിക്കക്കൂസ് മാറ്റി സെപ്റ്റിക് ടാങ്ക് സംവിധാനം ഏർപ്പെടുത്താനുമാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശമെന്നും ഇത് പാലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനമാണിതെന്നും സൂചനയുണ്ട്. AC കോളനിയിൽ നഗരസഭാ പരിധിയിൽ 30ഓളം വീടുകൾക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ലൈഫ് ഭവന പദ്ധതി പ്രകാരം സെപ്റ്റിക് ടാങ്ക് ഉൾപ്പെടെ സ്ഥാപിച്ച വീടുകൾക്കും നോട്ടീസ് ലഭിച്ചുവെന്ന് കുടുംബങ്ങൾ ആരോപിച്ചു. AC കനാലിൽ അടിഞ്ഞിരിക്കുന്ന നഗരത്തിൽ നിന്നുള്ള മാലിന്യങ്ങളും കനാലിലെ പോളയും കോരി നീക്കാതെ പ്രദേശത്ത് താമസിക്കുന്നവരെ മുഴുവൻ കുറ്റക്കാരാക്കുന്ന നടപടിയാണിതെന്ന് ആക്ഷേപം ശക്തമാണ്. ചങ്ങനാശ്ശേരി നഗരസഭ എന്തിനാണ് ഈ നോട്ടീസ് വിടുന്നത്? ഇവിടെ ഈ മാലിന്യങ്ങൾ മൊത്തം തള്ളിവിടുമല്ലോ. നിങ്ങൾ കണ്ടല്ലേ, നിങ്ങൾ ഈ തലകാരല്ല. ഇത് ഏതൊരു വ്യക്തിക്കും കാണാമല്ലോ. ഇത് ഓഫീസിൽ ഇരുന്നുകൊണ്ട് മാത്രം സംസാരിച്ചിട്ട് 2 ആൾക്കാരെ വിട്ടിട്ട് പറയാ നിങ്ങളുടെ പേര് നടപടി എടുക്കാൻ പോവുക, ഞങ്ങൾ പെറ്റി അടയ്ക്കണം, അതിനുള്ള മാർഗം ഇവർ വന്ന് നേരിട്ട് കാണണ്ടേ. അവരോട് ഞാൻ പറയുമ്പോൾ സാറേ ഒരു കാര്യം എൻ്റെ വീട്ടിലോട്ട് കയറി വീട് മൊത്തം വെള്ളം കഴിക്കുക, ഞങ്ങളുടെ കക്കൂസിനകത്ത് നിന്ന് മാലിന്യം ഞങ്ങളുടെ മുറിക്കകത്ത് ഞങ്ങൾ ഒഴിക്കും. ഇവന്മാർ ഈ കിടക്കാൻ വേണ്ടി ഒരു ബോധം വേണം. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറയാം അത് ചേട്ടാ ഞങ്ങൾ കണ്ട് നിങ്ങൾ ഇതിനകത്ത് ഒപ്പിട്ട് തന്നാൽ മതി, ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നു. തുടർച്ചയായി വീടുകളിൽ വെള്ളം കയറുന്ന പ്രദേശമായതിനാൽ സിമന്റ് റിംഗ് ഇറക്കിയാണ് പലരും സെപ്റ്റിക് ടാങ്ക് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 30 ദിവസത്തിനകം ഇത് പൊളിച്ചു മാറ്റി പുതിയ ടാങ്ക് പണിയുന്നത് പ്രായോഗികമല്ലെന്നും ആളുകൾ പറയുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളാണ് ഭൂരിഭാഗവും. നഗരത്തിലെ മാലിന്യം മുഴുവൻ ഓടയിലൂടെ AC കനാലിലെത്തുന്നത് തടയാനാണ് ആദ്യം നഗരസഭ നടപടിയെടുക്കേണ്ടതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. നഗരമധ്യത്തിലെ വൻകിട സ്ഥാപനങ്ങളിലെ ശുചിമുറി മാലിന്യമടക്കം കനാലിലേക്ക് തള്ളുകയാണെന്നും അവർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി കറുകച്ചാൽ യൂണിറ്റിന് ആസ്ഥാന മന്ദിരമായി ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാർഗിൽ യുദ്ധ ജേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. വാഴൂർ റോഡിൽ കറുകച്ചാൽ NSS ജംഗ്ഷന് സമീപമാണ് നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി കറുകച്ചാൽ യൂണിറ്റിന് ആസ്ഥാന മന്ദിരം ഉയർന്നത്.
ധീരയോദ്ധാക്കളുടെ സ്മരണയിൽ യൂണിറ്റ് രക്ഷാധികാരി പി പത്മനാഭപിള്ള പതാക ഉയർത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സർവീസ് കാലത്തും സേവനകാലത്തും രാജ്യത്തിന് വേണ്ടി തീവ്രതമായി പ്രവർത്തിച്ച ആളുകളാണ്. നമ്മളൊക്കെ പറയുന്നത് പോലെ നമ്മളൊക്കെ വീടുകളിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നത് നമ്മളാരും അറിയുന്നില്ല. നമ്മുടെ വലിയ ദുഃഖമായ സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ധീരരായ ഇന്ത്യയിലെ ജവാന്മാർ അവർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നുകൊണ്ട് കാവൽക്കാരായി നാടിൻ്റെ കടന്നു വരുന്ന എല്ലാ ശത്രുക്കളെയും നേരിടാൻ സന്നദ്ധരായി നിന്ന ഒരു വലിയ ജനവിഭാഗത്തിന്റെ പിന്തുണയും അവരുടെ അപ്പാന്തമായ മനോഭാവവുമാണ് മറ്റുള്ള സാധാരണ സിവിലിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഏത് ഘട്ടത്തിൽ അത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം നമ്മുടെ കരുത്തും ശക്തിയും ഒക്കെ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. യൂണിറ്റ് പ്രസിഡന്റ് KR ബാലകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് MP ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്രിഗേഡിയർ ലതിലേഖ കാർഗിൽ അനുഭവ സാക്ഷ്യം പങ്കുവച്ചു. ലഫ്റ്റനന്റ് കേണൽ ഹരികുമാർ, യൂണിറ്റ് രക്ഷാധികാരി പി പത്മനാഭപിള്ള, അഖിലേന്ത്യാ സീനിയർ വൈസ് ചെയർമാൻ VS ജോബ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി KM പ്രതാപൻ, അഖിലേന്ത്യാ PRO MT ആന്റണി, ട്രഷറർ D മാത്യൂസ്, ജില്ലാ രക്ഷാധികാരി ചന്ദ്രശേഖരൻ നായർ, ജില്ലാ പ്രസിഡന്റ് VK മത്തായി, ജില്ലാ സെക്രട്ടറി വിജയൻ നായർ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കറുകച്ചാൽ യൂണിറ്റ് പ്രസിഡന്റ് വർഗീസ് ജോർജ്, നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി താലൂക്ക് പ്രസിഡന്റ് PM ബാബു, സെക്രട്ടറി സുരേന്ദ്രബാബു, PS പത്മകുമാരി ടീച്ചർ, യൂണിറ്റ് സെക്രട്ടറി ഫിലിപ്പോസ് PE, ജോയിന്റ് സെക്രട്ടറി KJ സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത വീരജവാന്മാരെ ചടങ്ങിൽ ആദരിച്ചു. ശ്രീ ഷാജി AS, ശ്രീ ഷാജി കുടുംബസംഗമത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. മൂവാറ്റുപുഴ നഗരത്തിൽ കച്ചേരി താഴത്ത് പാലത്തിന് സമീപം രൂപപ്പെട്ട കുഴിയിൽ സ്കൂൾ ബസ് വീണ അപകടം രാവിലെ 9 മണിയോടെയാണ് സംഭവം നടന്നത്. വലിയ അപകടമാണ് ഒഴിവായത്. 2 വർഷത്തിന് മുൻപ് ഇതേ സ്ഥലത്ത് ഇതിലും വലിയ ഗർത്തം രൂപപ്പെട്ടിരുന്നു. അന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കുഴി അടച്ചതെന്ന് നാട്ടുകാർ. അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് വീണ്ടും കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. മറ്റൊരു വാഹനമെത്തി സ്കൂൾ കുട്ടികളെ കയറ്റിവിട്ടു. നഗരവികസനത്തിന്റെ ഭാഗമായി നഗരത്തിൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന സമയത്താണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായിരിക്കുന്നത്.
ബൈബിൾ പകർത്തിയെഴുതി ചരിത്രത്തിന്റെ ഭാഗമായി കോട്ടയം ഭദ്രാസന സൺഡേ സ്കൂൾ പ്രസ്ഥാനം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനത്തിന്റെ ശതോത്തരി സുവർണ ജൂബിലിയുടെ ഭാഗമായി ഭദ്രാസന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിലാണ് 7000-ഓളം പേർ ചേർന്ന് ബൈബിൾ പകർത്തിയെഴുതിയത്. ഭദ്രാസനത്തിലെ 80 ദേവാലയങ്ങളിലായി വൈദികർ, സൺഡേ സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, ഭരണസമിതി അംഗങ്ങൾ, ആത്മീയ സംഘടനാ പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് പകർത്തെഴുത്ത് പൂർത്തിയാക്കിയത്. 40 ദിവസത്തെ ആത്മീയ ഒരുക്കത്തിനു ശേഷവും ബൈബിൾ വായിച്ചതിനു ശേഷവുമാണ് ആയിരങ്ങൾ പവിത്രമായ ഈ പ്രോഗ്രാമിൽ പങ്കാളികളായത്. രാവിലെ 11 മുതൽ 80 പള്ളികളിൽ പ്രത്യേകം ക്രമീകരിച്ചിരുന്ന സ്ഥലത്തിരുന്നാണ് ബൈബിൾ പകർത്തി എഴുതിയത്. ഓരോരുത്തരും എഴുതേണ്ട ഭാഗം നേരത്തെ നിശ്ചയിച്ചു നൽകിയിരുന്നു. എഴുതി പൂർത്തീകരിച്ച ബൈബിൾ വിവിധ വാല്യങ്ങളായി കോട്ടയം മെത്രാസന ആസ്ഥാനവും പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെയും പാറാട്ട് മാർ ഇവാനിയോസ് തിരുമേനിയുടെയും ഖബറിടവുമായ മാർ കുറിയാക്കോസ് ദയാറായിൽ സൂക്ഷിക്കും. ബൈബിൾ പകർത്തെഴുത്തിന്റെ ഉദ്ഘാടനം പാമ്പാടി മേഖലയിലെ പങ്ങട സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഭദ്രാസന മെത്രോപൊലിത്ത ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം എഴുതി നിർവഹിച്ചു. ഭദ്രാസന സൺഡേ സ്കൂൾ ഡയറക്ടർ വിനോദ് എം സഖറിയ, ഇടവക വികാരി ഫാദർ വർഗീസ് ജേക്കബ്, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ ഡോക്ടർ രാജേഷ് കുര്യൻ, സെക്രട്ടറി വി വർഗീസ്, കൺവീനർമാരായ അജിത് മാത്യു, എബ്രഹാം ജോൺ, ദേവാലയ ഭാരവാഹികളടക്കം 110 പേർ മെത്രാപ്പോലിത്തയ്ക്കൊപ്പം തിരുവചന പകർത്താൻ പദ്ധതിയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആപ്പാഞ്ചിറ പെട്രോൾ പമ്പിന് സമീപം നിർത്തിയിട്ട ഓട്ടോയിൽ നിന്നും വീണ് ഒരാൾ മരിച്ചു. ഡ്രൈവർ ഉൾപ്പെടെ 2 പേരാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നതെന്നും 2 പേരും മദ്യപിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. മരിച്ചയാൾ മാന്നാർ സ്വദേശി ലോട്ടറി വിൽപ്പനക്കാരൻ തങ്കച്ചനാണ്. പ്രൈം ന്യൂസ് പൂർണ്ണമായി. നമസ്കാരം.